ഹായ് ഫ്രണ്ട്സ്, ബ്യൂട്ടി ടിപ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 1 നമ്മുടെ രാമായണ മാസം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കർക്കിടകത്തിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ കേരളയിലൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ കോഴിക്കോട്ടുകാർ പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ ഇങ്ങനെ കർക്കിടക മാസത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തു പോവാറുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെയ്യാനുള്ളതും പുറത്ത് ചെയ്യാനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓരോരോ വീഡിയോസ് ആയിട്ട് അത് ഇടാം കേട്ടോ. അപ്പം കർക്കിടകത്തിന് എണ്ണ തേച്ച് കുളി ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് ഈ മഴക്കാലമായതുകൊണ്ട് എല്ലാവർക്കും എണ്ണ തേച്ച് കുളിക്കാനുള്ളത് അത്ര എളുപ്പമല്ല. കാരണം തലനീരിറക്കത്തിൻ്റെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൃഷ്ണ തുളസിയാണ്. നമ്മുടെ നോർമലായിട്ടുള്ള തുളസിയല്ല, കൃഷ്ണ തുളസി തന്നെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് കരിഞ്ജീരകം. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കരിഞ്ജീരകവും നമ്മുടെ കൃഷ്ണ തുളസിയും കൂടെ ഒരേ അളവിൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇടികല്ലിട്ടിട്ട് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തതാണ്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. ഇനി നിങ്ങൾക്ക് മിക്സിയാണ് ഉള്ളതെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരുപാടൊന്നും വെളിച്ചെണ്ണ വേണ്ട, 1/2 കപ്പ് മതി കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മുടെ ഇടിച്ചു വെച്ചിരിക്കുന്ന ഈ കരിഞ്ജീരകവും കൃഷ്ണ തുളസിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇത് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ മൂത്തു എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു തുളസിയുടെ കഷ്ണം എണ്ണയിൽ ഇട്ട് നോക്കാം. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ മൂത്തു എന്നാണ് അർത്ഥം. ഇതിന് പകരമായിട്ട് കുരുമുളകിൻ്റെ ഇല വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ കഷ്ണം പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി. അപ്പം നമ്മുടെ ഇട്ട ആ ഇല പൊട്ടിയിട്ടുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കാച്ചിയ എണ്ണ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചില്ല് കുപ്പിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. അപ്പം ഞാൻ നമ്മുടെ കർക്കിടകത്തിലെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തുടർന്ന് നമ്മുടെ ബാക്കി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്കും കൂടെ ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.